നടൻ ഷിയാസ് കരീമിൻ്റെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം. വിവാഹം നടക്കുമെന്ന് പ്രേക്ഷകരുടെ അടുത്ത് നേരത്തെ തന്നെ ഷിയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 25-ാം തീയതിയായിരിക്കും തൻ്റെ വിവാഹമെന്ന് സേവ് ദ ഡേറ്റ് ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ഷിയാസ് കുറിച്ചത്. അതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായിട്ടത് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഷിയാസിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായി നിൽക്കുന്ന പേളിയും ശ്രീനിഷും എത്താത്തതിൻ്റെ കാരണമാണ് പ്രേക്ഷകർ അന്വേഷിക്കുന്നത്. എന്തുകൊണ്ട് അവർ വന്നില്ല? എന്തുകൊണ്ടാണ് നിങ്ങൾ എത്താത്തത്? വിളിച്ചിരുന്നു, മനഃപൂർവ്വം വരാത്തതാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിരവധി വരുന്നുണ്ട്. പേളിയുടെയും ശ്രീനിഷിൻ്റെയും പ്രണയം തുടങ്ങിയ സമയത്ത് ബിഗ് ബോസിന്റെ ഉള്ളിൽ വെച്ച് അവരെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചത് ഷിയാസ് ആയിരുന്നു. അത് ബിഗ് ബോസിന്റെ പുറത്തിറങ്ങിയപ്പോഴും ആ സൗഹൃദം അങ്ങനെ തന്നെ കൊണ്ടുപോയി. ഈ ഇടയ്ക്ക് പോലും ഇവർ തമ്മിൽ കണ്ട ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു. എന്നാൽ ഈ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം അധികം വിശേഷങ്ങൾ കണ്ടില്ല. പേളി എന്നാൽ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ഷിയാസിന് ആശംസകൾ അറിയിക്കാൻ ശ്രീനിഷും പേളിയും മറന്നിട്ടില്ല. പക്ഷേ ഇവർ തമ്മിൽ എന്തോ പിണക്കമുണ്ട് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അല്ലാതെ ഒരിക്കലും ഇങ്ങനെ മാറി നിൽക്കില്ല എന്ന് പ്രേക്ഷകർ ആവർത്തിച്ചു പറയുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുന്നത്. ആരാധകർക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ളൊരു താരമെന്ന നിലയിൽ തന്നെയാണ് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നത്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം എന്ന് തന്നെ സംസാരിക്കാം. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരുടെ ഇടയിൽ വൈറലാകുന്നത്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഷിയാസ് കരീമിൻ്റെയും ദർഫയുടെയും വിവാഹ വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും വൈറലാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഇടയിൽ വളരെയധികം വൈറലായി മാറുകയാണ് ഇപ്പോൾ ഈ വാർത്ത. ഷിയാസിൻ്റെ വിവാഹത്തിന് ആരൊക്കെ വന്നു എന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവർക്കും വളരെയധികം ആവശ്യമുള്ള ഒന്നുകൂടിയായി മാറുകയാണ് ഇപ്പോൾ ഷിയാസിൻ്റെ വിവാഹത്തിന് വന്ന താരങ്ങളുടെ കണക്ക്. ബഷീർ ബാഷി ഉൾപ്പെടെ നിരവധി പേരെ ഷിയാസ് ഇവിടേക്ക് ക്ഷണിച്ചു. എന്നാൽ പേളിയും ശ്രീനിഷും എത്തിയില്ല. ക്ഷണിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായും അവർ എത്താതിരിക്കില്ല. എന്തുകൊണ്ടാണ് ഷിയാസ് അവരെ ക്ഷണിക്കാതിരുന്നത്? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട്. പേളിയും ശ്രീനിഷും അടുത്ത സുഹൃത്തുക്കളായിരുന്നല്ലോ, പിന്നീട് ഷിയാസിന് എന്തുപറ്റി? ഷിയാസ് ഈ വിവാഹം കഴിക്കാൻ തുടങ്ങിയെന്ന് തീരുമാനിച്ചതു മുതൽ തന്നെ അകൽച്ചയാണ് എല്ലാവരോടും. ആദ്യ വിവാഹം മുടങ്ങിപ്പോയത് കൊണ്ടാണോ ഇത്ര അകൽച്ച നേരിടുന്നതെന്ന് നിരവധി പേർ ചോദിച്ചിട്ടെത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നിരവധി പേർക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു വാക്കായി തന്നെ മാറിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിന്റെ വിവാഹം. ഷിയാസ് കരീമിന്റെ വിവാഹത്തിന് ഇപ്പോൾ പേളി മാണിയും ശ്രീനിഷും എത്താത്തത് തന്നെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. അത്രയും അടുത്ത സുഹൃത്തുക്കളായി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എത്തിയില്ല? പിണക്കം മാറിയില്ലേ? പിണക്കം മാറാൻ എന്താണ് ഇത്ര പ്രയാസം? അത്ര വലിയ പിണക്കമാണോ? ഇത്രയൊക്കെയാണ് നിരവധി പേർ ചോദിച്ചെത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് ആരാധകരുടെ ഇടയിൽ പോലും ഇത്തരം വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു താരമായതുകൊണ്ട് തന്നെയാണെന്ന് പറയാം. അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഇപ്പോൾ ശ്രീനിഷിന്റെയും പേളിയുടെയും വാർത്ത. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.